തെച്ചിമല മേലെ പോകാതെ പെണ്ണെ, തീ കോരിച്ചൊരു കിറപ്പൂതമുണ്ട്. അത്തിമല മേലും പോകാതെ പെണ്ണെ, ആയിരവല്ലി കുടിയിരിപ്പുണ്ട്. വൃത്ത പ്രവേശിക്കുന്നു. പടുവൃത്ത. ചുക്കി ചുളിഞ്ഞ ശരീരം, മുതുക് കൂനിക്കൂടി നടക്കുന്നു. ആ വൃത്തയോട് ചോദിക്കാം. എന്ത് ചോദിക്കാൻ? ഭ്രാന്തി. ഏതായാലും ചോദിച്ചു നോക്കാം. വരും തോഴിമാരെ. മാലാഖമാർ രംഗപുരോഭാഗത്ത് പ്രവേശിച്ചിട്ടുള്ള വൃത്തയുടെ ചുറ്റും കൂടുന്നു. മുത്തശ്ശി, ഹേ മുത്തശ്ശി. പാടുപെട്ട് തല ഉയർത്തി. ആരാ? ഞങ്ങളെ കാണുന്നില്ലേ? കണ്ണും പടുതിയും കാണാൻ വയ്യ, അതാ. സൂക്ഷിച്ചു നോക്കൂ, മുത്തശ്ശിക്ക് മനസ്സിലാകുന്നില്ലേ? മുത്തശ്ശി പ്രയാസപ്പെട്ട് നോക്കി ചിരിക്കുന്നു. മനസ്സിലായോ? കിനാവിലെന്നോ കണ്ട മുഖങ്ങൾ. പിറക്കാത്ത എൻ്റെ മക്കളെ പറ്റി മൂവന്തിക്ക് കിനാവ് കണ്ടിരുന്നപ്പോൾ. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ദുഃഖത്തിൻ്റെ നനവ്. ഓർമ്മ വരുന്നുണ്ട് മക്കളെ, നിങ്ങളെല്ലാം. ഞങ്ങൾ ഒരു കൂട്ടുകാരിയെ തേടി വന്നതാ. കൂട്ടുകാരി? മുത്തശ്ശിക്കറിയാമോ അവളെ? നിങ്ങളെ പോലെ തന്നെയാണോ? അതെ, നല്ല നക്ഷത്രക്കണ്ണും തുടുത്ത മുഖവും. അതെ അതെ. മുത്തശ്ശിക്ക് എന്തൊക്കെ അറിയാം? പറയും മുത്തശ്ശി. കണ്ടോ? കണ്ടോന്നോ? കണ്ടു കണ്ടു മനം നിറഞ്ഞില്ലേ? എന്നിട്ട് ദേ ഈ ചുക്കി ചുളിഞ്ഞ കൈകൊണ്ട് പൂണ്ടടങ്ങി കെട്ടിപ്പിടിച്ചില്ലേ? എന്നിട്ട് എൻ്റെ മോള് പൂങ്കില പോലെ നിന്ന് വിറച്ചില്ലേ? എന്തിനാ? പേടി. എൻ്റെ മോള് പേടിച്ചു പോയി. മുത്തശ്ശിയെ കണ്ട് പേടിച്ചു. എന്നിട്ട്? ശരി, എന്നെ കണ്ട് എന്തിനാ പേടിക്കുന്നേ? പിന്നെ ഈ കാട് ഏതെന്നറിയാമോ? ഇല്ല. അതാ ഇതോടങ്കല്ലി മൂലയാ. കാടിൻ്റെ ഒത്ത മദ്യം. ഇവിടെ സിംഹവും കരടിയും കടുവയുമെല്ലാം. വീണ്ടും സിംഹത്തിൻ്റെ മുരൾച്ച. കേട്ടോ? കേട്ടില്ലേ? ഞങ്ങളുടെ തോഴിക്ക് എന്തു പറ്റി മുത്തശ്ശി? അത് പറയൂ. അതല്ലേ പറഞ്ഞുകൊണ്ട് വരണത്. പേടിച്ചപ്പം ഞാൻ പറയൂ. ഞാൻ അവളെ കല്ലാക്കി, പ്രതിമയാക്കി. ഇവിടെ എവിടെയോ ഉണ്ട്. അതാ വീണ്ടും. മാലാഖമാർ കോപത്തോടെ മുത്തശ്ശിയെ പൊതിയുന്നു. അപ്പോൾ നീയാണ് ആ ദുർദേവത. ഞങ്ങളുടെ തോഴിയെ നീ കൊന്നു. വിടില്ല നിന്നെ ഞങ്ങൾ. ഇതിനിടയിൽ പ്രയാസത്തോടും തിടുക്കത്തോടും പറയുന്നു. അയ്യോ, ഞാൻ ഒന്നും പറയണ്ട. ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. ഉപകാരം ചെയ്തതിന് ശിക്ഷയോ? ഉപകാരമോ? പ്രതിമയെ ചൂണ്ടി. ഇതോ? അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണത്തില്ല. സിംഹത്തിൻ്റെ വായിലായനെ. അതുകൊണ്ട് ഞാൻ അവളെ ശിലയാക്കി. ശലഭത്തെ തേടി വന്ന് സിംഹത്തിൻ്റെ വായ്ക്കകത്തു പെട്ട. ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ. ശിലയായതിന് ശേഷമോ നമുക്ക് ഈ വൃദ്ധയെ കൊല്ലാം. അയ്യോ, എന്നെ വിടൂ. ഞാൻ വിടാം, ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. അതിനെന്താ? സന്തോഷത്തോടെ. ജീവിപ്പിക്കുമോ? ശരി, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം. എന്താ? നിങ്ങളിവിടെ എന്തിനാ വന്നത്? ശലഭത്തെ തേടി. അതാ നിങ്ങളും തോഴിയും ചെയ്തത്. ഉടൻ പോകണം. ഇനി ഇവിടെ വരരുത്. കാരണം നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം. എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം ഉണ്ട്. അതൊന്നും മക്കൾ കണ്ടിട്ടില്ല. കാണാതെയും ഇരിക്കട്ടെ. വീണ്ടും ചിത്രശലഭം പ്രവേശിക്കുന്നു. അവരുടെ ഇടയിൽ പാറി കളിക്കുന്നു. അതിനോട് പ്രത്യേകിച്ചൊരു പ്രതിപത്തി മാലാഖമാരിൽ പ്രത്യക്ഷം. മാലാഖ 2. അതാ ശലഭം വീണ്ടും. വൃദ്ധ.
അതിൻ്റെ പാട്ടിന് പോയിക്കൊള്ളട്ടെ. ചിത്രശലഭം അല്പം കൂടി പാറിക്കളിച്ചു മറയുന്നു. എന്താ അതിനെ പിടിച്ചാൽ? നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ. അയ്യോ വേണ്ട. എന്താ പ്രതിമയാക്കിയാൽ? വേണ്ട അല്ലേ? അതുപോലെ തന്നെ അതിനെയും പിടിക്കണ്ട എന്ന് പറഞ്ഞത്. നിങ്ങളും പാറിക്കളിക്കുവാനുള്ളവരാ. പിടിച്ചടച്ച കൂമ്പടഞ്ഞു പോകും, സിംഹത്തിൻ്റെ വായ്ക്കിരയായി പോകും. എന്തൊക്കെയായി പറയുന്നത്? ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. സിംഹത്തിൻ്റെ മുരൾച്ച. കേട്ടില്ലേ? ഇങ്ങോട്ട് വരവുണ്ടെന്നാ തോന്നുന്നത്. മാലാഖമാരിൽ ഭയം. സിംഹത്തിൻ്റെ മുരൾച്ച അടുത്തടുത്ത് വരുന്നു. അവർ പലയിടത്തേക്കും രക്ഷയ്ക്ക് വേണ്ടി പാഞ്ഞോടാനായിരുന്നു. വൃദ്ധ കൂന നിവർന്ന പുതിയ ഗാംഭീര്യത്തോടെ തന്നെ. നിങ്ങൾ എവിടെ പോകുന്നു? എങ്ങോട്ടോടിയാലും അതിൻ്റെ വായിൽ തന്നെ ചാടും. മാലാഖമാർ നിന്ന നിലയിൽ തന്നെ സ്തംഭിക്കുന്നു. വൃദ്ധ പേടി വരുന്നു ഇല്ലേ? ശലഭത്തിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു. കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു. മാലാഖമാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി. മുരൾച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു. ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്ന് മണക്കുന്നു. മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു. വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല. വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. സിംഹം പോയി കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ ഓരോ പ്രതിമയെയും സമീപിച്ച് തഴുകുന്നു. അവരെല്ലാം ജീവൻ വയ്ക്കുന്നു. ജീവൻ വെച്ചവർ മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മാലാഖമാർ ആദ്യത്തെ പ്രതിമയെ ഉൾപ്പെടെ സന്തോഷത്തോടെ വൃദ്ധയ്ക്ക് ചുറ്റും വരുന്നു. ഇപ്പോൾ മനസ്സിലായോ? ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവളാ. മാലാഖമാർ. മാപ്പ് മുത്തശ്ശി, മാപ്പ്. പോകിൻ. ഈ ഒടങ്കല്ലി മൂലയിൽ കാടിൻ്റെ ഗർഭത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കിൻ. ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കട്ടെ. പോകിൻ, പോകിൻ, പോകിൻ. മുത്തശ്ശി രംഗത്തിൻ്റെ പിൻഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു. മാലാഖമാർ കൂട്ടമായി പുറത്തേക്ക് നടക്കാനായിരുന്നു. കൂട്ടത്തിൽ മാലാഖ ഒന്ന് പെട്ടെന്ന് ഓർത്തതുപോലെ തെന്നി മാറി മുത്തശ്ശിയുടെ പിന്നാലെ നടന്നു വിളിക്കുന്നു. മുത്തശ്ശി. മുത്തശ്ശി തിരിഞ്ഞു നിൽക്കുന്നു. മുത്തശ്ശി. മുത്തശ്ശി ആരാണ്? സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആര്? മുത്തശ്ശി നിവർന്നു നിന്ന ഗംഭീരമായ ഭാവത്തിലും ശബ്ദത്തിലും മാലാഖമാരെ ഒട്ടാകെ നോക്കി. ഞാൻ പ്രകൃതി. അതേ കുഞ്ഞെ, ഞാൻ ഈ കാട്, നിങ്ങളുടെ അമ്മ. പെട്ടെന്ന് തിരിയുന്നു. കാടിനകത്ത് നിന്ന് അനേകം കിളികളുടെ മധുരവും സംഗീതാത്മകവുമായ കൂജനങ്ങൾ ഒന്നിച്ചുയരുന്നു. മാലാഖമാർ പകച്ചു നിൽക്കുന്നു. കർട്ടൻ. ജി ശങ്കരപ്പിള്ളയുടെ പ്ലാവിലത്തൊപ്പികൾ എന്ന നാടക സമാഹാരത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ പാഠത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ: ചിത്രീകരണം, വായിക്കാൻ പറയാം, ആലാപനം, കണ്ടെത്താം എഴുതാം, കുറിപ്പ്, വിശകലനം, കഥാപാത്ര നിരൂപണം, നാടക വായന, അഭിനയിക്കാം, നാടകം എഴുതാം, ജീവചരിത്രക്കുറിപ്പ്. കുറേ പ്രവർത്തനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ നാടകം പല ആവർത്തി വായിച്ചതിന് ശേഷം അവയുടെ ഉത്തരം നോട്ട് ബുക്കിൽ കുറിക്കേണ്ടതാണ്. നിങ്ങൾ എഴുതിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നോട്ട് കറക്റ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.